സമസ്ത നേതാവ് വന്നിരുന്നു പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ എങ്കിൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞു. പല പുരോഗമന സിംഹങ്ങളും, അതായത് സ്ത്രീകൾക്കെതിരെ പറഞ്ഞാൽ ഘോരഘോരം പ്രസംഗിക്കുന്ന പല ആളുകളും, ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തില്ലെന്നൊരു നിശബ്ദരായില്ല. 21-ാം നൂറ്റാണ്ടിലായി ഈ സ്ത്രീകളെ നിയന്ത്രിച്ചവർക്ക് മതിയായില്ലേ? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ആളുകളുടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ആർക്കും സാധനം കൊടുക്കാനും സാധിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമല്ല, ഇറ്റ്സ് നോട്ട് ഇൻ അവർ പോക്കറ്റ്. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുക ഈ മതനേതാക്കൾ ചെയ്യുന്ന എന്താണ്? എക്സാക്ട്ലി ഞങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട്. ഞങ്ങളുടെ പുസ്തകം അനുസരിച്ച്, ഞങ്ങളുടെ വെളിപാട് സാഹിത്യം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, നിങ്ങളുടെ മക്കൾ ജീവിക്കണം, അടുത്ത തലമുറയിലുള്ള ആളുകളും ജീവിക്കണം. അപ്പോൾ ബേസിക്കലി ഒരു സമയത്തെ അവിടെ അവർ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ്, സമയത്തെ അറസ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. അവർ മാറുന്നില്ല. അവരുടെ ഈ പ്രാചീനമായ മസ്തിഷ്ക ധാരണകളും അതോടൊപ്പം തന്നെ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളും അവരുടെ അടുത്ത തലമുറയെല്ലാം അങ്ങനെ പോകണം എന്നുള്ള അവരൊരു വാശി. അതാണ് ഈ മതം ഒരു വലിയ എന്താ പറയുന്ന ഒരു ഹാൻഡ് ബ്രേക്ക് ആയിട്ട് മാറുകയാണ്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓടിച്ചാൽ വണ്ടി കുറേയൊക്കെ മുന്നോട്ട് പോകും, ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ. പക്ഷേ ഇത് മതം എന്നുള്ള ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ അത് വണ്ടി മുന്നോട്ട് പോകാൻ തന്നെ പ്രശ്നമാണ്.